हाय करो इससे हाय करो हाय करो हाय करो हाय करो हाय करो हाय करो ചിരിക്കുന്നുണ്ട് ഗൈസ് എക്സിറ്റ് വഴി അങ്ങോട്ട് പോകാനേ ഒക്കത്തില്ല. ഓരോരുത്തന്മാരെ വിളിച്ചകത്തോട്ട് കയറ്റിയാണ് ഗൈസ്. ആഗ്രയിൽ നിന്ന് താജ്മഹലിലോട്ട് പോകണം ഗൈസ്. ഈ ബൈക്കാണ് നമ്മളെ കൊണ്ടുവന്നത്. ബൈക്കാ നാം ക്യാ ഹൈ? हाँ विजय डीके डीजे ഹലോ ഗൈസ്, ഡേ 3 വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. വിജയ് ഗൈസ് അടുപ്പൊന്നുമില്ല, പല്ല് തമ്മിൽ കുട്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ ഗൈസ്. ഡേ 3 വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇതിന്റെ 3 എവിടെ? ആ ഗൈസ്, ഇത് 3 മണിയാണ്. പക്ഷെ ഇതിന്റെ 3 ക്യാമറ വഴി കാണുന്നില്ല. ഇതിനകത്ത് കാണുന്നുണ്ടോ? ഇതിനകത്ത് 3ഉം അപ്പുറത്ത് 0 മാത്രമേ കാണിക്കുന്നുള്ളൂ. വെൽക്കം ടു ആഗ്ര ക്യാൻ സ്റ്റേഷൻ, ആഗ്ര കാൻ. ഓക്കെ, ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ആഗ്രയിലോട്ട് പോകണ ഗൈസ്. ആഗ്രയിൽ നിന്ന് താജ്മഹലിലോട്ട് പോകണ ഗൈസ്. ഈ ബൈക്കാണ് നമ്മളെ കൊണ്ടുവന്നത്. ബൈക്കാ നാം ക്യാ ഹൈ? हाँ विजय डीके डीजे डीके ഞാൻ വെച്ച് DJ ആണ്. DJ അഭിഷേക് ഗൈസ്. നമ്മളെല്ലാരും ഉണ്ട്, എല്ലാം ഉണ്ട്. രാവിലെ ഇപ്പൊ സമയം എത്രടാ? 5:02 നമ്മളിപ്പം താജ്മഹൽ കാണാൻ പോവാണ് ഗൈസ്. ഡേ 3 ഓഫ് അവർ വ്ളോഗ്. ഓക്കെ, റെഡി ക്യാമറയ്ക്കകത്ത്. ഗൈസ്, നമുക്കപ്പോൾ അങ്ങോട്ട് കയറാം ഗൈസ്. ഇപ്പോഴേ വിളിച്ചെല്ലാം തോന്നില്ല ഗൈസ്, കാരണം ഫോഗ് അടിച്ച് കിടക്കുന്നതുകൊണ്ട് ഒരു റോങ് വൈബ്. ബിൽഡിങ്സ് ഒക്കെ ഉണ്ടല്ലേ ഗൈസ്, എൻ്റെ പൊന്നോ. സെറ്റ് പൊന്നോ, അങ്ങോട്ട് നോക്കാൻ പോലും വയ്യ ഗൈസ്, കിട്ടില്ല. അങ്ങോട്ട് കയറിയിട്ട് കാണിച്ചു തരാം ഗൈസ്, കാണാൻ കൊതിയാവണം ഗൈസ്. നമ്മൾക്ക് ഈ മഞ്ഞുള്ളപ്പോൾ തന്നെ ഒന്ന് കണ്ടു നോക്കാം, കാരണം മഞ്ഞുള്ളപ്പോഴെങ്കിലും എൻ്റെ പൊന്നോ വിഷ്വൽ ബ്യൂട്ടി. ശിവ, നമ്മൾ എവിടെയാണ്ടോ നിൽക്കുന്നത്? എൻ്റെ പൊന്നു, ഒന്നും പറയല്ല. എത്ര രൂപ ഉണ്ടാക്കി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സത്യം, ഇതുപോലെയൊക്കെ കാണാതെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഗൈസ്, കുറച്ചുകൂടെ കഴിയണം ഗൈസ്, റിയൽ ബ്യൂട്ടി എന്താണെന്ന് അറിയണമെങ്കിൽ. വെയിലടിക്കണം, വെയിലടിച്ച് തിളങ്ങണം. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ കുറച്ചുകൂടെ നേരം കൂടെ കഴിയുമ്പോൾ ഇത് സെറ്റാവും. ആ വെയില്, ആ സൂര്യന്റെ വെയിൽ ഇങ്ങോട്ട് അടിക്കുമ്പോ താജ്മഹൽ കണ്ട് വട്ടായി, പയ്യന്മാർക്കെല്ലാം വട്ടായി ഗൈസ്. അതല്ല, എത്ര രൂപ വേണേലും മുടക്കും ഇതിനു വേണ്ടി. യെസ് ഗൈസ്, ഇതിനു വേണ്ടി എത്ര വേണം. ഇനി ആ സൂര്യന്റെ പ്രകാശം അങ്ങോട്ട് അടിക്കുമ്പോ അത് സെറ്റാവും, അഴക് മാറും, അഴക് കൂടും, ഒരുങ്ങി അവൾ സുന്ദരിയാവും. ഹലോ ഗൈസ്, ഒരു കൊച്ചു സുന്ദരി കാണിച്ചു തരാം. ഇസ, हाय करो हाय करो इससे हाय करो हाय करो हाय करो हाय करो हाय करो हाय करो ചിരിക്കുന്നുണ്ട് ഗൈസ്. കേട്ടാ, हेलो करो हेलो करो ഹലോ, टाटा करो टाटा करो ടാറ്റ. നല്ല രസമുണ്ട് ഗൈസ് കൊച്ചിനെ കാണാൻ. താജ്മഹലിനെ പോലെ ഒരു സുന്ദരി ഗൈസ്. ഇനി ആ സൂര്യൻ്റെ വെട്ടം അടിച്ചാലേ ഇതൊന്നും ബ്രൈറ്റ് ആകത്തുള്ളൂ ഗൈസ്. ഓക്കെ, എൻ്റെ പൊന്നോ, എന്തൊരു വ്യൂ ആണ് ഗൈസ്. ഒരു കാര്യം കാണിച്ചു തരാം. എന്താ സാധനം അല്ലേ. ഞാൻ ഗ്ലാസ് ഒന്ന് മാറ്റി. എന്താ സാധനം
തീപ്പോയി സാധനം ഇല്ലടാ മിറ. പിന്നെ അല്ല രക്ഷയില്ല, അതാണ് സാധനം. ഒരു ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഈ ടോക്കൺ ഇവിടെ കാണിച്ചാലേ നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടുള്ളൂ. ഇവിടെ നമ്മൾ ടിക്കറ്റാണ്, ഇത് കാണിച്ചാലേ ഇവിടുന്ന് ഇറക്കി വിടത്തുള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, എക്സിറ്റ് വഴി അങ്ങോട്ട് പോകാനേ ഒക്കത്തില്ല, ഓരോരുത്തന്മാരെ വിളിച്ചങ്ങകത്തോട്ട് കയറ്റിയാണ് ഗൈസ്. അത് സാധനം കൊള്ളാം, ലൈറ്റ് എത്തുന്ന ഒരു താജ്മഹലിൻ്റെ അത് കൊള്ളാം. ഞാനൊരു സാധനം മേടിച്ചിട്ടുണ്ട്, ഞാൻ അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മളൊരു സാധനം മേടിച്ച് ഇത് കളോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്, അതുകൊണ്ടാണ് മേടിച്ചത്. പയ്യന്മാർ പമ്പിങ് സീഡൊക്കെ മേടിച്ചിരുന്നു ആഗ്രയിൽ. ഹലോ ഗൈസ്, നമ്മൾ ആഗ്രയിൽ നിന്ന് ട്രെയിൻ വിളിച്ച് അസാറത്ത് നിസാമുദ്ദീൻ അങ്ങനെ സ്ഥലത്ത് എത്തി ഗൈസ്. ഡൽഹിക്ക് മുമ്പ് ഒരു സ്ഥലമാണിത്, അസാറത്ത് നിസാമുദ്ദീൻ ഗൈസ്. അവിടെ എത്തി, നമ്മൾ അവിടെ പോയി താജ്മഹലൊക്കെ കണ്ട് ഇപ്പം നിസാമുദ്ദീനിലെത്തി നിൽക്കുകയാണ് ഗൈസ്. വന്ദേ ഭാരത് പയ്യന്മാരെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ചാർജ് ഒട്ടും ഭയങ്കര കുറവാണ് ഗോപ്രോയിൽ. മാത്രമല്ല വേറെ ഇൻസിഡൻറ്റ് ഉണ്ടായി, ഞാനത് പറയാം ഉടനെ. ഹലോ ഗൈസ്, നമ്മൾ ചോർ ബസാർ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇപ്പം ഫുഡ് കഴിക്കാനായിട്ട് പോകണം ഗൈസ്. ഓക്കെ, ഫോണിൽ ചാർജ് ഒട്ടുമില്ല ഗൈസ്. അത് മാത്രമല്ല ഇത് എവിടെയെങ്കിലും കൊണ്ട് കുത്തിയാണ്, എന്നാലേ ബാക്കി വ്ളോഗ് കൂടെ എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ആദിൽ ഷാ. എന്തൊക്കെയാണ് മേടിച്ചത്? ഒരു വാച്ചാണ് ആദിൽ ഷാ വാങ്ങിച്ചത്. അതും 110 രൂപയ്ക്ക് ഒരു വാച്ച് വാങ്ങിച്ചു. ബ്രോ, ഇത് ബഡേ ഡൽഹിയിലെ ഓരോ ബിൽഡിംഗ് ആണ്. അൻസാരി ഭായ് എന്തൊക്കെ കാണിച്ചു? വാച്ച് വാങ്ങി, ബാഗ് വാങ്ങി. അൻസാരി ബ്രോ ഈസ് റിച്ച്. 110 രൂപയ്ക്ക് ഒരു വാച്ചും 200 രൂപയ്ക്ക് ഒരു ബാഗും വാങ്ങിച്ചിട്ടുണ്ട് അൻസാരി. അതാണ് അൻസാരി. ഹലോ ഗൈസ്, നമ്മൾ മണാലിലോട്ടുള്ള ബസ് കയറിയിട്ടുണ്ട്. അപ്പം ഡേ 3 വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം ഡേ 4 വ്ളോഗ് തുടങ്ങുന്നത് മണാലിയിൽ നിന്നായിരിക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഐ ലവ് യു ഗൈസ്.